നമസ്കാരം, ചിയേഴ്സ് ഡിക്സൺ ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ടോപ്പിക്കായിട്ടാണ്. ഹൗ ടു ഓവർകം പ്രോബ്ലംസ്. നമ്മൾ എങ്ങനെയാണ് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത്? നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ബിസിനസ്സുകാരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു കടലിലെ തിരമാല പോലെയാണ്. അത് ഉയരുകയും കുറേ നാൾ സ്റ്റേബിളായിട്ട് നിൽക്കും, പിന്നെ താഴുകയും ചെയ്യും. ആ താഴലെന്ന് പറയുന്നത് ഒരു വാല്യൂ ഓഫ് ഡെത്ത് ആണത്. ആ താഴ്ച എത്രത്തോളം താഴേക്ക് പോകുന്നോ വീണ്ടും ഉയർന്നു വരാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു വാല്യൂ ഓഫ് ഡെത്ത് ആണ്. പല ബിസിനസ്സുകാരെയും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവരിന്നില്ല. കാരണം അവർ ആ വാല്യൂ ഓഫ് ഡെത്തിൽ പോയി മരണമടയുകയാണ് ചെയ്തിട്ടുള്ളത്. വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സുകൾ പലതും പൊങ്ങിപ്പോരാതെ ആ വാല്യൂ ഓഫ് ഡെത്തിൽ മറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് മുന്നേ തന്നെ കുറേ ആ ഒരു വാല്യൂ ഓഫ് ഡെത്ത് ഉണ്ടെന്നും അതിൻ്റെ ഡെപ്ത് എത്രത്തോളം കുറക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു മുൻകരുതലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ഒരു ആഘാതം നമുക്ക് കുറക്കാവുന്നതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പലരും നമ്മൾ ആലോചിക്കും, കഴിഞ്ഞു, ഇനിയില്ല, അവസാനിപ്പിക്കാം, ഈ യാത്ര അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രോബ്ലംസിനെ നമ്മൾ ഒന്ന് ആത്മസംയമനത്തോടു കൂടി നമ്മളൊന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊരു ഫിലിമാണ്, ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ചില സമയം നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ പോകാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളൊന്ന് പോസ് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് എൻഗേജ്ഡ് ആവുന്നത് നല്ലതാകുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട്, വേറൊരു സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, വേറൊരു ആംഗിളിൽ നമുക്ക് ഈ പ്രശ്നത്തെ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നതിന് പകരം നമ്മൾ അതിന് പുറത്ത് നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒന്ന് ഉൾവലിഞ്ഞ് നിന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. ആ റിയാക്ട് ചെയ്യുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം, റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും അപക്വമായിരിക്കും, പക്വതയില്ലായ്മയായിരിക്കും, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ്, ഒന്ന് ആലോചിച്ചതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളുടെ കാഠിന്യം നമ്മൾക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിന് രണ്ടായിട്ട് നമ്മൾ കാണുക, ഓപ്ഷൻസും സെറ്റ് ബാക്സും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ ഓപ്ഷൻസ് എഴുതുക, ആ പ്രശ്നത്തിന് പരിഹരിക്കാനുള്ള ഓപ്ഷൻസ് എഴുതുക. ഒരു സൈഡിൽ അതിൻ്റെ ചെയ്തില്ല, ആ ഓപ്ഷൻസ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റ് ബാക്സ് എഴുതുക, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് കണ്ടെത്തുക. അപ്പോൾ ഈ രണ്ടും തമ്മിൽ നമ്മളൊരു ഇവാലുവേഷൻ, രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ ഈ സൊല്യൂഷനിൽ നമ്മൾ ഒരു കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നമ്മളുടെ മേഖലയിൽ നിൽക്കുന്ന ആളുകളോടോ, നമ്മൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ളവരോടോ ഒന്ന് ഹയർ ചെയ്ത് അവരോടൊന്ന് നമ്മൾ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നമുക്കൊരു ക്ലാരിറ്റി വരും. അപ്പോഴും നമ്മൾ തന്നെയാണ് എമോഷണൽ മെച്യൂരിറ്റിയോട് കൂടെ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നമ്മൾ തന്നെയാണ് ഡെലിവർ ചെയ്യേണ്ടത്. അവിടെ സ്മൂത്തായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക. പ്രശ്നങ്ങളുണ്ടാവും, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എമോഷണലി ഒരു മെച്യൂരിറ്റി കാണിച്ചുകൊണ്ട് അതിന് നേരെ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ റിയാക്ട് ചെയ്യരുത്. അവിടെയാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാവുന്നതും മാറിപ്പോകുന്നതും, പിന്നെ തിരിച്ചു കയറി പോരാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, ജീവിതത്തിൽ എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ഇന്ന് ഈ ലോകം ഭരിക്കുന്നത് 1% ആളുകളാണ്. നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവരൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെയാണ് അവർ ഓരോരുത്തരും സ്ട്രോങ് ആയിട്ടുള്ളത്. നല്ല ആളുകൾക്ക് മാത്രമാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലാത്ത ആളുകൾക്ക് പ്രശ്നങ്ങൾ കുറവായിരിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ എത്രത്തോളം നമ്മൾ ഫേസ് ചെയ്യുന്നോ നമ്മൾ അത്രത്തോളം ബോൾഡ് ആവുകയും നമ്മൾ ജീവിതത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സക്സസ് ആയിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ
ഇത് എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം തരണം ചെയ്ത് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഇനിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടത് നമ്മൾ റിയാക്ട് ചെയ്യല്ല വേണ്ടത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത്രത്തോളമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു. ടിൽ ദെൻ ബൈ.